ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ NTPC സീരീസിൻ്റെ കെമിസ്ട്രി സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം NTPC എക്സാമുകൾക്ക് സയൻസ് സബ്ജക്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കിവിടെ മെക്കാനിസംസ് ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല. നമ്മൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് ഈ മെക്കാനിസംസ് പഠിക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുമാത്രം നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സബ്ജക്റ്റിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണും. ഇന്ന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളോട് കെമിസ്ട്രിയിൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് അല്ലേ. കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്ററിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ കെമിക്കൽ കോമ്പോസിഷൻസിനെ പറ്റിയിട്ടും അവരുടെ ഇൻ്റർ കൺവേർഷൻസിനെ പറ്റിയിട്ടുമൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കെമിസ്ട്രി എന്താണെന്ന് നോക്കി. കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് concerned with the composition, properties, structures and changes of matter. അല്ലേ, കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധനത്തിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിലുണ്ടാകുന്ന അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റേറ്റിലുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻ ഇവിടെയാണ്. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഹൂ ഈസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യം എന്താണ്? ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാണ്? ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഒന്നാണ് വരുന്നത്. സാധാരണ ചിലപ്പോഴൊക്കെ മാറി വരാറുണ്ട്. പക്ഷേ കെമിസ്ട്രിയുടെ കേസിൽ ഫാദർ ഓഫ് കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അതാണ് ആന്റോയിൻ ലാവോസിയർ. അപ്പോൾ ഫാദർ ഓഫ് കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും നിങ്ങൾ ആരുടെ പേര് പറയണം? ആന്റോയിൻ ലാവോസിയറുടെ പേര് പറയണം. ആന്റോയിൻ ലാവോസിയറിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്, ഒരുപാട് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. ഈ ബുക്കിൻ്റെ പേരാണ് ദ എലമെന്റ് ഓഫ് കെമിസ്ട്രി. ആന്റോയിൻ ലാവോസിയർ ആണ് ഫാദർ ഓഫ് കെമിസ്ട്രി. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നതും ആന്റോയിൻ ലാവോസിയർ ആണ്. ലാവോസിയറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ എലമെന്റ് ഓഫ് കെമിസ്ട്രി. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. ഇന്ത്യൻ കെമിസ്ട്രിയുടെ ഫാദർ ആരാണെന്നുള്ളത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ പ്രഫുല്ല ചന്ദ്ര റായ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി? ആൻസർ വരുന്നത് എന്താണ്? പ്രഫുല്ല ചന്ദ്ര റോയ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിയണം. അതിനുശേഷം നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് അറിയില്ലേ, മേരി ക്യൂറി അല്ലേ. വളരെ ഫേമസ് ആയിട്ടുള്ള ഫിസിസ്റ്റുമാണ് അതുപോലെ കെമിസ്റ്റുമാണ് മേരി ക്യൂറി. അപ്പോൾ മേരി ക്യൂറിക്ക് നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അപ്പോൾ അവരെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് അറിയണം. വേറൊന്നും കൊണ്ടല്ല, എക്സാംസിന് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് 2011 നമ്മൾ ഇയർ ഓഫ് കെമിസ്ട്രി എന്ന് UN ഡിക്ലെയർ ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 2011 ആണ്. UN declared 2011 as International Year of Chemistry. അപ്പോൾ International Year of Chemistry ആയിട്ട് UN ഡിക്ലെയർ ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2011 ആണ്. ഇനി 2011ൻ്റെ പ്രത്യേകത എന്താണ്? ഈ മേരി ക്യൂറിക്ക് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ 100ാമത്തെ വാർഷികമാണ് 2011 എന്ന് പറയുന്നത്. ഓക്കെ, 1911 മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് കെമിസ്ട്രിയിൽ. അപ്പം അതിൻ്റെ 100ാമത്തെ വാർഷികമാണ് 2011 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2011 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് UN ഡിക്ലെയർ ചെയ്തത്.
The year 2011 marks 100th അല്ലെ 100ാമത്തെ ആനിവേഴ്സറി ആണ് 100th ആനിവേഴ്സറി ഓഫ് ദ അവാർഡിംഗ് ഓഫ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ടു മേരി ക്യൂറി. ഇതിന് മുന്നേ തന്നെ 1903 മേരി ക്യൂറിക്ക് ഫിസിക്സിനും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കെമിസ്ട്രി ആയാലും പിന്നെ ജനറലി ആണെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് വരാം. അതായത് ആദ്യത്തെ കാര്യം, ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ വനിത ആരാണെന്ന് ചോദിക്കാം. ആൻസർ മേരി ക്യൂറിയാണ്. ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ വനിത ആരാണ്? മേരി ക്യൂറിയാണ്. അതിൽ ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടുന്നത് 1903 ഫിസിക്സിനും രണ്ടാമത്തെ നോബൽ പ്രൈസ് കിട്ടുന്നത് 1911 കെമിസ്ട്രിക്കുമാണ്. ഓക്കെ, ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് എ നോബൽ പ്രൈസ് അല്ലേ? നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് വുമൺ ആരാണ്? മേരി ക്യൂറിയാണ്. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് എ നോബൽ പ്രൈസ് ആൻഡ് ഓൺലി വുമൺ ടു റിസീവ് only woman to receive 2 നോബൽ പ്രൈസസ് 1903 ഫിസിക്സ്, അതുപോലെ തന്നെ 1911 കെമിസ്ട്രി. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ക്യൂറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഒന്നാമത്തേത് റേഡിയം എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ്. അതുപോലെ തന്നെ പൊളോണിയം എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടുപിടിച്ചതും മേരി ക്യൂറിയാണ്. റേഡിയം കണ്ടുപിടിച്ചതും പൊളോണിയം കണ്ടുപിടിച്ചതും ആരാണ്? മേരി ക്യൂറിയാണ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. റേഡിയം കണ്ടുപിടിച്ചത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്, പൊളോണിയം കണ്ടുപിടിച്ചത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ആരാണ് കണ്ടുപിടിച്ചത്? മേരി ക്യൂറിയാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം അല്ലേ, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസർ മേരി ക്യൂറിയാണ്. മേരി ക്യൂറി കോയിൻ ദ ടേം റേഡിയോ ആക്ടിവിറ്റി. മേരി ക്യൂറി കോയിൻ ദ ടേം റേഡിയോ ആക്ടിവിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? മേരി ക്യൂറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഫാദർ ഓഫ് കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാലും നിങ്ങൾ ആന്റോയിൻ ലാവോസിയറിൻ്റെ പേര് പറയണമെന്ന് പഠിച്ചു. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഫുല്ല ചന്ദ്ര റായ് ആണെന്ന് പഠിച്ചു. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് പഠിച്ചു? 2011 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് UN ഡിക്ലെയർ ചെയ്തതെന്ന് പഠിച്ചു. അത് മേരി ക്യൂറിക്ക് 1911 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ 100ാമത്തെ വാർഷികം പ്രമാണിച്ചാണ് അങ്ങനെ 2011 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 2 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വനിത, അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് വാങ്ങുന്ന വനിത. ഇത് രണ്ടും ആരാണെന്ന് പഠിച്ചു? മേരി ക്യൂറി ആണെന്ന് പഠിച്ചു. 1903 ഫിസിക്സിനും 1911 കെമിസ്ട്രിക്ക് മേരി ക്യൂറിക്ക് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. മേരി ക്യൂറി കണ്ടുപിടിച്ച 2 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു? റേഡിയോവും പൊളോണിയവും. ഇനി അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മാർക്കാണ് പോകുന്നത്? മേരി ക്യൂറിക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും അതിനൊരു മാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മാറ്റർ എന്ന് വിളിക്കും. ഇപ്പോൾ ഈ പേനിന് ഒരു മാസ് ഉണ്ട്, ഇതിനെ ഒക്കുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ആവശ്യമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് വിളിക്കണം? ഇതിനെ ഞാനൊരു മാറ്റർ എന്ന് വിളിക്കും. അല്ല, ഇപ്പോൾ എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ മൊബൈൽ ഫോണിനും എന്തുണ്ട്? സ്വന്തമായിട്ടൊരു മാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് വിളിക്കും? ഇതിനെ ഒരു മാറ്റർ എന്ന് വിളിക്കും. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ മാറ്ററിന് 3 ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് മാറ്റർ 3 സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് സോളിഡ് സ്റ്റേറ്റ് ആണ്, രണ്ടാമത്തേത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, മൂന്നാമത്തേത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻ എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സാധനത്തിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സാധനത്തിന് എന്ത് കാണും? അതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കാണും അല്ലേ? ഡെഫിനിറ്റ് ഷേപ്പ് കാണും. അതുപോലെ തന്നെ അതിനെന്ത് കാണും? ഫിക്സഡ് ആയിട്ടുള്ളൊരു വോളിയം കാണും. ഡെഫിനിറ്റ് ഷേപ്പ് കാണും, ഫിക്സഡ് ആയിട്ടുള്ള വോളിയം കാണും. ഇനി സോളിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസിനെ നമ്മൾ അതിൻ്റെ ആറ്റംസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ വളരെ വളരെ അടുത്തായിട്ടായിരിക്കും ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരെങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ അവർ ഇരിക്കണം. അണ്ടർ അൺലെസ് നമ്മൾ അവരെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്തുണ്ടാവത്തില്ല, ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ ആറ്റത്തിന് ഉണ്ടാവത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് നോക്കുന്നതാണ് ലിക്വിഡ് സബ്സ്റ്റൻസസ്. ലിക്വിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇപ്പം ഇത് ലിക്വിഡാണ്, ഇതിനകത്ത് മൊത്തം നിറച്ച് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും അവരുടെ, ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ആറ്റം കാണും, ഇവിടെ ഒരു ആറ്റം കാണും, ഇപ്പുറത്തെ ഒരു ആറ്റം കാണും, ഇവിടെ ഒരു ആറ്റം കാണും, ഇങ്ങനെ ഒരു ആറ്റം കാണും. ഓക്കെ, കുറച്ച് സ്പേസ് വിട്ടായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ആറ്റത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. ലൈക്ക് സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന് പറ്റും. ഇനി ലിക്വിഡ് നമുക്ക് വെള്ളം തന്നെ എടുക്കാം. വെള്ളത്തിൻ്റെ വോളിയത്തിൽ മാറ്റമില്ല, അപ്പോൾ അതിനൊരു ഫിക്സഡ് വോളിയമുണ്ട്. സോളിഡിന് ഫിക്സഡ് വോളിയവുമുണ്ട്, ഫിക്സഡ് ഷേപ്പും ഉണ്ട്. ഇപ്പോൾ ഈ പെന്ന് ഞാൻ ഏത് പെട്ടിയിലിട്ടാലും ഈ പേനയുടെ ഷേപ്പ് മാറുമോ, മാറത്തില്ല, കാരണം ഇതൊരു സോളിഡാണ്. ഇനി ലിക്വിഡിലേക്ക് വരുമ്പം ലിക്വിഡിനും എന്താണ്, ഒരു ഫിക്സഡ് വോളിയം ഉണ്ട്. 1 ലിറ്റർ വെള്ളം എടുത്താൽ അത് 1 ലിറ്റർ തന്നെയാണ്. നിങ്ങൾ ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അത് 1 ലിറ്ററാണ്. പക്ഷെ അതിനെന്തില്ല, ഷേപ്പില്ല, ഫിക്സഡ് ഷേപ്പില്ല. കാരണം ഇപ്പം ഞാൻ ലിക്വിഡ് എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിൾ വാട്ടറാണ്. അപ്പോൾ വാട്ടർ ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അതിന് ഗ്ലാസിൻ്റെ ഷേപ്പാണ്, ഒരു ബക്കറ്റിൽ ഒഴിച്ചാൽ ബക്കറ്റിൻ്റെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഏത് പാത്രത്തിൽ ഒഴിക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലേക്ക് ആര് മാറും, ലിക്വിഡ്സ് മാറും. അപ്പോൾ അതിന് ഫിക്സഡ് ഷേപ്പ് ഇല്ല, പക്ഷേ ഫിക്സഡ് വോളിയം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കുന്നത് ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ കാര്യമാണ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ദാ ഒരു ആറ്റം ഇവിടെയാണെങ്കിൽ അടുത്തത് ഇവിടെ ആയിരിക്കും, അടുത്തത് ഇവിടെ ആയിരിക്കും, അതിൻ്റെ അടുത്തത് ഇവിടെ വരും. വളരെ ദൂരെയായിരിക്കും ഗ്യാഷ്യസ് സബ്സ്റ്റൻസിലുള്ള ആറ്റംസ് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഫിക്സഡ് ആയിട്ടുള്ള വോളിയവും ഇല്ല, അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല. ഞാൻ ഏത് കണ്ടെയ്നറിൽ നിറയ്ക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും ഗ്യാസിനുള്ളത്. ഓക്കെ, ഞാൻ ഏത് കണ്ടെയ്നറിൽ നിറയ്ക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ്, ഞാൻ ഏത് കണ്ടെയ്നറിൽ നിറയ്ക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ വോളിയം. അതായത് ഇപ്പം 1 ലിറ്റർ ഗ്യാസിനെ ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ നിറച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താവും, 5 ലിറ്ററിൻ്റെ കണ്ടെയ്നർ നിറഞ്ഞിരിക്കും. അതിനെ ഞാൻ മാറ്റി ഒരു 10 ലിറ്ററിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയാൽ മോളിക്യൂൾസ് പിന്നെയും അകന്നകന്ന് പോയിട്ട് ഇത് ഈ 10 ലിറ്ററിനകത്ത് എന്ത് ചെയ്യും, നിറഞ്ഞിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആറ്റംസ് ഗ്യാസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, മാറ്റർ ബേസിക് ആയിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോളിഡ് ആണെങ്കിൽ അതിന് ഡെഫിനറ്റ് ഷേപ്പും ഉണ്ട്, ഡെഫിനറ്റ് വോളിയവും ഉണ്ട്. ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലോ അവർക്ക് എന്തില്ല, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഇല്ല, അത് കണ്ടെയ്നറിൻ്റെ ഷേപ്പിലേക്ക് മാറും, പക്ഷേ അവർക്ക് ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോഴോ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുമ്പം അവർക്ക് ഡെഫിനറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനറ്റ് വോളിയവും ഇല്ല. ഏത് കണ്ടെയ്നറിലാണോ അതിൻ്റെ ഷേപ്പും അതിൻ്റെ വോളിയവും ആയിരിക്കും ആർക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി സോളിഡിനെ എങ്ങനെ ലിക്വിഡ് ആക്കും, ലിക്വിഡിനെ എങ്ങനെ ഗ്യാസ് ആക്കും, ഹീറ്റ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് ഐസ് തന്നെ ക്ലാസിക് എക്സാമ്പിളായിട്ട് എടുക്കാം. വെള്ളത്തിൻ്റെ സോളിഡ് ഫോമാണ് ഐസ്. ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറും അല്ലേ, ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രീസറിൽ ഇരിക്കുന്ന സാധനം എടുത്ത് പുറത്തോട്ട് വെക്കുക. 0 ഡിഗ്രിയിൽ നമ്മൾ 30 ഡിഗ്രിയിൽ വെക്കുമ്പോൾ എന്ത് പറ്റും, അത് ചൂടാവും അല്ലേ. ചൂടാക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറും. അതിനെ പിന്നെയും ചൂടാക്കി കഴിഞ്ഞാലോ വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ, നീരാവിയായിട്ട് മാറും. ഹീറ്റ് ചെയ്യും തോറും സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കും പോകും. തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഗ്യാസിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. ലിക്വിഡിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്റ്റേറ്റ്സ്, മാറ്ററിൻ്റെ സ്റ്റേറ്റുകളെ പറ്റി നമ്മൾ ഇത്രയും ബേസിക്കായിട്ട് പഠിച്ചു. നമ്മൾ ചേഞ്ചസ്, ഒരു മാറ്റർ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആ ചേഞ്ചസിന് എന്ത് പേരാണ് പറയുന്നതെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് നമുക്കറിയാം, ഐസ് വെള്ളമായിട്ട് മാറുന്നു, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. സോളിഡ് ലിക്വിഡായിട്ട് മാറുവാണെങ്കിൽ നമ്മൾ എന്താ, ഐസ് അലിഞ്ഞു പോയെന്ന് പറയും അല്ലേ, മെൽറ്റിംഗ് എന്ന് പറയും. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നതിന് നമ്മൾ മെൽറ്റിംഗ് അല്ലെങ്കിൽ അലിഞ്ഞു പോയി എന്ന് പറയും. ഇനി ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലേ, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ആവിയായി പോയി എന്ന് പറയും അല്ലേ, ഇവാപ്പൊറേഷൻ. ഇവാപ്പൊറേഷൻ എന്ന് പറയും, ഇവാപ്പൊറേഷൻ. അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നതിനെ മെൽറ്റിംഗ് എന്ന് പറയും, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ ഇവാപ്പൊറേഷൻ എന്ന് പറയും. ഇനി ഗ്യാസ് തിരിച്ച് ലിക്വിഡായിട്ട് മാറത്തില്ലേ, ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ചാൽ എന്ത് ചെയ്യും, ലിക്വിഡായിട്ടത് തിരിച്ചു മാറും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ, കണ്ടൻസേഷൻ. ഇനി
ലിക്വിഡ് തിരിച്ച് ഐസായിട്ട് മാറത്തില്ലേ, വെള്ളം ഐസായിട്ട് മാറുമല്ലോ. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീസിങ്. ഇതിൽ പല ടേംസ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ മെൽറ്റിങ്, ലിക്വിഡ് സോളിഡായിട്ട് മാറുമ്പോൾ ഫ്രീസിങ്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ ഇവാപ്പറേഷൻ എന്ന് പറയും, ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നതിനെ കണ്ടൻസേഷൻ എന്ന് പറയും. ബേസിക് ടേംസ് ആണ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേമാണ് സബ്ലിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന്, ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകണം, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകണം. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കടക്കാതെ ഡയറക്റ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ടൊരു സാധനം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കർപ്പൂരം സോളിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അല്ലേ. അതിനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറത്തില്ല, ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ നല്ല മണം കിട്ടത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് ഗ്യാഷ്യസ് ആയിട്ട് മാറിയിട്ട് അറ്റ്മോസ്ഫിയറിൽ മൊത്തം അത് സ്പ്രെഡ് ആവുക ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്ന. ഒരു സാധനം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ് വിത്തൗട്ട് ഗോയിങ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിന് എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടേമാണ് ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവാതെ. സബ്ലിമേഷൻ്റെ റിവേഴ്സ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടെ കടക്കാതെ ഡയറക്റ്റ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത്രയും ടേംസ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ടേമുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹർഷി കന്നഡ. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും പറയുന്നത് ആറ്റത്തിൻ്റെയൊക്കെ ഇൻവെൻഷൻ്റെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ഡാൾട്ടൺ ആണല്ലേ. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരുപാട് കാലം മുന്നേ, ഏകദേശം ഒരു 12,000 വർഷം മുന്നേ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹർഷി കന്നഡ എന്ന് പറയുന്നത്. Okay, so first one to suggest that all forms of matter are composed of very small particles called അണു. ഓക്കെ, എല്ലാ മാറ്റേഴ്സും അണു എന്ന് പറയുന്ന വളരെ ചെറിയ പാർട്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത, ലോകത്തിൽ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത ആളാണ് ആര്? മഹർഷി കന്നഡ എന്ന് പറയുന്നത്. മഹർഷി കന്നഡ. He also stated that അണു may be made up of still small particles called as പരമാണു. ഓക്കെ, അപ്പം ഇയാൾ പിന്നെയും എന്ത് പറഞ്ഞു? എല്ലാ സാധനങ്ങളും ഏറ്റവും ചെറിയ പാർട്ടിക്കിളായിട്ടുള്ള അണു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞത് ഈ അണുവിനെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പരമാണു എന്ന് പറയുന്നത്. അണുവിനെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനെ പരമാണു എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അണു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിക്യൂളാണ്. അണു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിക്യൂളാണ്. അതുപോലെ തന്നെ പരമാണു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? ആറ്റമാണ്. പരമാണു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റമാണ്. കഴിഞ്ഞ സ്റ്റേറ്റ്സ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ഇതുകൂടെ അവിടെ നോട്ട് ചെയ്യണം. നാച്ചുറലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, നാച്ചുറലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വാട്ടറാണ്. വാട്ടറാണ് നാച്ചുറലി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മഹർഷി കന്നഡയുടെ കാര്യം പറഞ്ഞു അല്ലേ. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഏറ്റവും ഒരുപാട് പണ്ട് തന്നെ ആറ്റത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. മാറ്റേഴ്സ് മേഡപ്പ് ഓഫ് അണു. അണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂളാണ്. ആൻഡ് ഈ അണുവിനെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം, ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് പരമാണു ആക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ആറ്റം ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഗ്രീക്ക് തിങ്കറായിട്ടുള്ള
ഡെമോക്രൈറ്റസ് ആണ് എന്ത് ചെയ്തത്? ഈ പരമാണുവിന് ആറ്റം എന്നുള്ള പേര് കൊടുത്തത്. പരമാണുവിന് ആറ്റം എന്നുള്ള പേര് കൊടുത്തത് ആരാണ്? ഗ്രീക്ക് തിങ്കറായിട്ടുള്ള ഡെമോക്രൈറ്റസ് ആണ്. അദ്ദേഹം കൊടുത്ത ആറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അൺകട്ട് എന്നാണ്. ആറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അൺകട്ട് എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റിയാണ്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, 3 സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റേറ്റും അതുപോലെ തന്നെ ഫിഫ്ത്ത് സ്റ്റേറ്റും കൂടെ ഇന്ന് നോക്കണം. അപ്പം ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണെന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയാണ്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? പ്ലാസ്മയാണ് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്? പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് സോളിഡിനെ ഹീറ്റ് ചെയ്തു ലിക്വിഡായി, ലിക്വിഡിനെ ഹീറ്റ് ചെയ്തു ഗ്യാസായി. ഈ ഗ്യാസിനെ പിന്നെയും നമ്മൾ സൂപ്പർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള അയോണിക് ഫോമിലുള്ള ഗ്യാസ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. സോ plasma state consists of super energetic. Plasma state consists of super energetic and super excited particles. പ്ലാസ്മയിൽ എന്താണുള്ളത്? സൂപ്പർ എനർജറ്റിക്കും അതുപോലെ തന്നെ സൂപ്പർ എക്സൈറ്റഡുമായിട്ടുള്ള പാർട്ടിക്കിളാണ് ഉണ്ടാകുന്നത്. പ്ലാസ്മ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ സോളിഡിനെ ആദ്യം ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ലിക്വിഡ് കിട്ടും. ലിക്വിഡിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടും. ഗ്യാസിനെ പിന്നെയും ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയോൺസ് കിട്ടും അല്ലേ? അയോൺസ് കിട്ടും. ഈ അയോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ സൂപ്പർ എക്സൈറ്റഡും അതുപോലെ തന്നെ സൂപ്പർ എനർജറ്റിക്കുമായിട്ടുള്ള പാർട്ടിക്കിളാണ്. ഇനി ഈ പാർട്ടിക്കിൾസ്, അതായത് ഇവർ അയോണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ഇവർ അയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് 98% ഓഫ് മാറ്റർ എക്സിസ്റ്റ് ആറ്റ് പ്ലാസ്മ ഓൺ യൂണിവേഴ്സ്. നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള അല്ലെ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും 98% എന്താണ്? പ്ലാസ്മയാണെന്നാണ് പറയുന്നത്. സൂപ്പർ ഹീറ്റിൽ ഇപ്പോൾ നമ്മുടെ സണ്ണ്, സ്റ്റാർസ്, ഇതിനകത്തൊക്കെ പ്ലാസ്മയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്ലാസ്മ, നമ്മുടെ മാറ്റർ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും അബഡൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയണം? പ്ലാസ്മയുടെ പേര് പറയണം. ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് ഏറ്റവും കൂടുതൽ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സോളിഡിൻ്റെയോ ലിക്വിഡിൻ്റെയോ ഗ്യാസിൻ്റെയോ പേരല്ല പറയേണ്ടത്. എന്തിൻ്റെ പേര് പറയണം? പ്ലാസ്മയുടെ പേര് പറയണം. ഓക്കെ, മോസ്റ്റ് അബണ്ടൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയാണ്. പ്ലാസ്മ ഈസ് ദ മോസ്റ്റ് അബണ്ടൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതുപോലെ ഒറ്റ വാക്കിൽ പ്ലാസ്മ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസ് ആണ് പ്ലാസ്മ എന്ന് പറയാം. പ്ലാസ്മ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് പറയാം? ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നതെന്ന് പറയാം. അപ്പം നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പഠിച്ചു, പ്ലാസ്മ എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ NTPC കോഴ്സ് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കണ്ടൻറ്റ് നമ്മൾ ഇവിടെ തന്നെ തരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദിശ ഓൺലൈൻ ആപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ആപ്പിൽ NTPC കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ഈ പറയുന്നത്, കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. പ്രീമിയം കണ്ടൻറ്റ് മാത്രം അവിടെ തരും. അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാസ്മ സ്റ്റേറ്റിനെ പറ്റി ഇത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൻ്റെ പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഈ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു ഗ്യാസിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാസ്മ കിട്ടുമെന്ന് പറഞ്ഞു.
ഇതുപോലെ ഡെൻസിറ്റി വളരെ കുറഞ്ഞൊരു ഗ്യാസിന്, ഡെൻസിറ്റി വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഗ്യാസ് എടുക്കാം. ഈ പെട്ടിയിൽ ഡെൻസിറ്റി കൂടിയ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ മോളിക്യൂൾസ് അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഇനി ഡെൻസിറ്റി കുറഞ്ഞൊരു ഗ്യാസ് എന്ന് പറഞ്ഞാലോ, ഈ ഒരു പെട്ടിക്കകത്താകെ 3 മോളിക്യൂളുകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് ഡെൻസിറ്റി കുറവാണ്, കുറച്ച് ഗ്യാസ് മോളിക്യൂളേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഗ്യാസ്, ഇത് ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസ്, ഇത് ഡെൻസിറ്റി കൂടിയ ഗ്യാസ്. ഈ ഗ്യാസിനെ നമ്മൾ നല്ലോണം തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ലിക്വിഡായിട്ട് മാറത്തില്ലേ? നോർമൽ ഒരു ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ചാൽ എന്ത് പറ്റും? ലിക്വിഡായിട്ട് മാറും. പക്ഷേ ഈ ഗ്യാസിന് ഭയങ്കര ഡെൻസിറ്റി കുറവാണ്. ഇതിനെ നമ്മൾ തണുപ്പിച്ചാൽ നോക്കി ആകെ 3 ആറ്റമേ ഉള്ളൂ. ഇത് ലിക്വിഡായിട്ട് മാറുമോ? ലിക്വിഡായിട്ട് മാറത്തില്ല. അങ്ങനെ ഡെൻസിറ്റി വളരെ കുറഞ്ഞൊരു ഗ്യാസിനെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം പോകുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ സക്സീഡ് ചെയ്തു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കൂടെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യേന്ദ്രനാഥിൻ്റെ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ സ്റ്റേറ്റിന് എന്ത് പേര് കൊടുത്തത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ കണ്ടുപിടുത്തത്തിന് ഹെൽപ്പ് ചെയ്ത ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആരാണെന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പേരെന്താണ്? സത്യേന്ദ്രനാഥ് ബോസ് എന്നാണ് ആ ഇന്ത്യൻ സയൻറ്റിസ്റ്റിൻ്റെ പേര്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റിന് എന്ത് പേര് കൊടുത്തത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പേര് കൊടുത്തത്. ഇനി ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഫോംഡ് ബൈ സൂപ്പർ കൂളിംഗ് എ ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി ടു എ സൂപ്പർ ലോ ടെമ്പറേച്ചർ. നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ഗ്യാസിനെ കൂൾ ഡൗൺ ചെയ്യുവാണ്. എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി ഉള്ള ഒരു ഗ്യാസിനെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ കിട്ടും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ടൊരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. NTPC എക്സാംസ് ഉടനെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആവട്ടെ. 2019 കഴിഞ്ഞിട്ട് ഇതുവരെ എക്സാംസ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും നാളത്തെ വേക്കൻസീസ് ഇനി നടക്കാൻ പോകുന്ന എക്സാമിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഞാനും പ്രാർത്ഥിക്കാം. ഹാപ്പി ലേണിംഗ്.